ഇത് സംഭവം ഇവരിത് ചെയ്യുന്നത് എല്ലാവരും ഇത് കണ്ട് പേടിക്കണം എന്ന് പറഞ്ഞിട്ടാണെങ്കിലും എനിക്കെന്തോ ഇത് കണ്ടിട്ട് ഒന്നും തോന്നില്ല. അയ്യോ പേടിയൊന്നും ആവുന്നില്ല കേട്ടോ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു മെക്ക എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുകയാണ്. ആരൊക്കെ തമ്മിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗദി, ടർക്കി, പിന്നെ നമ്മുടെ പാകിസ്ഥാനും, ഈ 3 രാജ്യങ്ങളും കൂടെ ചേർന്നിട്ട് ഒരു മ്യൂച്വൽ ഒരു ഡിഫൻസ് എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുകയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിളായിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൽ ഒരു ആംഡ് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അത് ഈ 3 രാജ്യങ്ങൾക്കും ഒരേപോലെ എതിരായിട്ടുള്ള ഒരു അറ്റാക്ക് ആയിട്ട് അവർ കണക്കാക്കും. അതായത് ഒരാൾക്കെതിരെ എന്തെങ്കിലും അറ്റാക്ക് വന്നാൽ 3 പേരും ഇടപെടും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ്. അപ്പോൾ ഇത് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭയങ്കര സംഭവമാണ്. ആക്ച്വലി ഇത് ജിയോ പൊളിറ്റിക്സ് സമവാക്യങ്ങൾ പൊളിച്ചെഴുതുന്നു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വെറുതെ പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സൗദി ഈസ് ലുക്കിംഗ് ഫോർ എ സെക്കൻഡ് പാർട്ട്ണർ. അവരുടെ ഫസ്റ്റ് പാർട്ട്ണർ അമേരിക്കക്കാർ. അതിൻ്റെ അവസ്ഥ അറിയാലോ, അമേരിക്കനെ മാത്രം നമ്പിയിരുന്ന ഉമ്പി എന്നുള്ളൊരു അവസ്ഥയിലാണ് സൗദി ഉള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അമേരിക്കക്കാരുടെ തന്നെ എന്തോ വെപ്പൺസ് ഒക്കെ കഴിയാറായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ റൂമേഴ്സും ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അറിയില്ല എത്രത്തോളം ശരിയാണ്, പക്ഷേ കുറച്ച് കഷ്ടമാണ് അവിടുത്തെ കാര്യം. അപ്പോൾ സൗദി ഈസ് ലുക്കിംഗ് ഫോർ സെക്കൻഡ് പാർട്ട്നേഴ്സ്. ഓക്കെ, അപ്പോൾ അതിലാണ് ഈ ഒരു ഇസ്ലാമിക് പവേഴ്സിൻ്റെ, ഇസ്ലാമിക് കൺട്രീസ് എല്ലാവരും 3 കൺട്രീസും കൂടി ചേർന്നിട്ട് സൗദിയിലെ മെക്കയിൽ ചേർന്നിട്ട് ഒരു ഡീല് സൈൻ ചെയ്യുന്നത്. ഈ 3 രാജ്യങ്ങൾ എടുത്താലേ ഇവർക്ക് ഒരു 3 പ്രത്യേകതകളുണ്ട്. ഇത് ചുമ്മാ റാൻഡം ആയിട്ടുള്ള 3 കൺട്രീസ് അല്ല. ആദ്യത്തെ കേസ് ടർക്കി എടുത്തു കഴിഞ്ഞാൽ ടർക്കിൻ്റെ കയ്യിൽ മെയിനായിട്ട് എന്താ ഉള്ളത്? നേറ്റോ മെമ്പർഷിപ്പ്. നേറ്റോ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടർക്കിയിലേക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അത് എല്ലാ നേറ്റോ മെമ്പേഴ്സിനും എതിരായിട്ടുള്ള അറ്റാക്ക് ആയിട്ട് കണക്കാക്കും. ആർട്ടിക്കിൾ 5 എന്ന് പറഞ്ഞിട്ടുള്ള നേറ്റോൻ്റെ അത് ഇൻവോക്ക് ചെയ്യാനുള്ള ഒരു സംഭവമാണിത്. നേറ്റോ പറഞ്ഞാൽ എന്താണ്, അമേരിക്ക ഉണ്ട്, യൂറോപ്പ് ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അമേരിക്ക പത്തിരി അടിച്ചു പിരിഞ്ഞിട്ടാണെങ്കിലും സംഭവം എല്ലാം ഉണ്ട് നേറ്റോ കൺട്രീസ്. അപ്പോൾ ടർക്കിനെ ആർക്കും തൊടാൻ പറ്റില്ല, തൊടാൻ എല്ലാവർക്കും പേടിയാണ്. ഇനി നമ്മുടെ പാകിസ്ഥാന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പാകിസ്ഥാനിലേ ഉള്ളൂ ഒരു ഇസ്ലാമിക് കൺട്രിയിൽ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടെങ്കിൽ അത് പാകിസ്ഥാന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. സോ ഒരു ന്യൂക്ലിയർ പവർ ആയിട്ടാണ് പാകിസ്ഥാൻ ഈ ഒരു ഡീലിൽ വന്നിരിക്കുന്നത്. പിന്നെ സൗദിൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? പൈസ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, ആർക്ക് വേണമെങ്കിൽ എത്ര വേണമെങ്കിൽ കൊടുക്കാനുള്ള പൈസ ഉണ്ട്. ഈ ഒരു 3 ടീമുകളും കൂടിയിട്ടാണ് ഇപ്പോൾ ചേർന്നിരിക്കുന്നത്. ഇത് കോമഡി അവിടെ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ 2025 പാകിസ്ഥാൻകാരും സൗദിക്കാരും മാത്രമായിട്ടൊരു മ്യൂച്വൽ ഡിഫൻസ് ഡീൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു രാജ്യത്തിന് അറ്റാക്ക് ചെയ്താൽ വേറെ രാജ്യം ഇതിനെ പിന്തുണയ്ക്കും എന്ന് പറഞ്ഞിട്ട്. പക്ഷേ സൗദിയിൽ മറ്റേ ഇറാഖുകാർ ഡ്രോൺ വിടുന്നു, മിസൈൽ വിടുന്നു. അപ്പോൾ ഒന്നും പാകിസ്ഥാൻകാരും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. മറ്റേ മധ്യസ്ഥം ചർച്ചയ്ക്കൊക്കെ പോയിട്ടുണ്ട്. അല്ലാണ്ട് ഈ പട്ടാളത്തിന് എന്തൊക്കെയോ കുറച്ച് അയച്ചു എന്നല്ലാണ്ട് ഈ ഡയറക്റ്റ് ആയിട്ട് ഒരു ഇൻവോൾവ്മെന്റ്, ഒരു ആർമി ഇൻവോൾവ്മെന്റ് പാകിസ്ഥാന്റെ ഈ സൗദിയിൽ ഈ ഇറാന്റെ മിസൈലും ഡ്രോണും വന്നപ്പോൾ ഒന്നും കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊക്കെ വെറുതെ ഒരു സ്കെയർ ടാക്ടിക്സ് പോലത്തെ ഒരു പരിപാടിയാണോ അത് ശരിക്കും അതൊക്കെ ഉള്ളതാണോ എന്ന് അറിയില്ല. അതിപ്പോൾ എന്താ യുദ്ധം വരുമ്പോഴേ അറിയുള്ളൂ, വേറെ വഴിയൊന്നുമില്ല ഇപ്പം അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഡീല് വെച്ചാണ് ഇവർ പോകുന്നതെങ്കിൽ ഇപ്പം നാളെ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ പോലെ എന്തെങ്കിലും ഒരു പരിപാടി നടത്തി കഴിഞ്ഞാൽ ടർക്കിയും സൗദിക്കാരും നമുക്കെതിരായിട്ട് നിൽക്കും എന്നാണ് ഈ ഒരു ഡീൽ ആക്ച്വലി ഉള്ളത്. പക്ഷെ നമ്മളും ഈ സൗദിയും ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ ആയിട്ട് നല്ല ബന്ധത്തിലാണ്. അപ്പോൾ നമുക്കെതിരായിട്ട് അവർ നിൽക്കുമോ അതും അറിയില്ല. ഏതോ ഇപ്പോൾ ഒരു ഡീൽ സൈൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്സിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ്.